ഹലോ. ഹായ് ശാരംഗപാണി. ഹലോ സാരംഗേട്ടാ. ഹലോ. സുഖാണോ? ഓ സുഖാണ്. നല്ല ഷർട്ടാണല്ലോ. അതെ, നല്ല ഷർട്ട്. എനിക്ക് ഉറപ്പാ ഇതും പറയുമായിരുന്നു. നല്ല രസമുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം തൃശ്ശൂരിലെ ഒരു പ്രോഗ്രാമിനിടയിൽ ഒരു വളരെ രസികനായിട്ടുള്ള ഒരു ആളെ കണ്ടു. അപ്പോ ഈ ടോപ്പ് സിംഗറിനെ പറ്റിയൊക്കെ സംസാരിച്ചു. അപ്പൊ പറഞ്ഞു സാരംഗ് അവൻ കലക്കും. ഫാൻസ് കൂടി വരാണേ. അതെ. എന്തി ഇത്ര അധികം ഫാൻസ് ആയ എന്തി ഇവിടെ ഒരു ഫാൻസ് ക്ലബ് അല്ല ലെറ്റർ ഒക്കെ അയക്കാറുണ്ടോ ഫാൻസ് ഫാൻസ്? ക്ലബൊക്കെ തുടങ്ങാൻ ലെറ്റർ ഒക്കെ അയക്കാറുണ്ടോ ഫാൻസ്? ഇതുവരെ അയച്ചിട്ടില്ല. വാട്സ്ആപ്പ് മെസ്സേജാ അല്ലേ? വിളിക്കോ? വിളിക്കാറുണ്ട്. പാട്ടൊക്കെ കേട്ടിട്ട് ഗിഫ്റ്റ് അയക്കും. അയച്ചാറുണ്ട്. ആരാണ് ബെസ്റ്റ് ഫാൻ? ആരാണ് ഇവിടെയോ എങ്ങനെ ഫാൻ? അല്ല പൊതുവെ ഇവിടെ മധുസാറന്നെ. ശരിയാണ്, ശരിയാണ്. വീട്ടിൽ എന്റെ അച്ഛമ്മ. അച്ഛമ്മയാണ് ഏറ്റവും വലിയ ഫാൻ. അച്ഛമ്മ. അച്ഛമ്മ. പിന്നെ അപ്പൊ നാട്ടിലോ? എന്റെ വീട്ടിന്റെ തൊട്ടപ്പുറത്ത് തന്നെയുള്ളൊരു ആ വീട്ടിലെല്ലാരും ഫാനാണ്. എല്ലാരും തൊട്ടപ്പുറത്തൊരു വീടുണ്ട്. എല്ലാരും ഫാൻസ് ആണ്. മോഹൻലാൽ സാറിനൊക്കെ ഫാനാണ്. മോഹൻലാൽ സാറിനൊക്കെ ഫാനാണ്. ഓ ലാലേട്ടന്റെയും സാരംഗിന്റെ ഫാൻസ് ആണ്. ഓ എന്റെ ഫാൻ. നിന്റെ ഫാൻ ആരെന്ന് ചോദിച്ചേ? ആ അതല്ലേ ഇത്ര മധുവങ്കളുടെ നീ എന്താ ഉദ്ദേശിച്ചേ? ഞാൻ വിചാരിച്ചു എന്റെ ഫാൻ ആരാന്ന്. അതായത് ഇവൻ ആരെ ആരാധിക്കുന്നതെന്ന് നീ അങ്ങനെ അതാണോ പറഞ്ഞത്? താങ്ക് യു സാരംകുട്ട, താങ്ക് യു. ഞാൻ ധന്യനായി. ഞാൻ ചോദിച്ചത് നിന്നെ ആരാ? അതാ ചോദിച്ചത് ഞങ്ങള്. എന്നെ വെച്ചാല് ടോപ്പ് സിംഗർ കേൾക്കുന്നതിന് ഇല്ലതിന് മുമ്പ് തന്നെ എന്റെ പാട്ട് ഞാൻ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയ ഒക്കെ ഇടാറുണ്ടായിരുന്നു. അപ്പോൾ അതില് എന്റെ പാട്ടൊക്കെ കേട്ടിട്ട് ഒരു ചേർത്തലയുള്ള ഒരു ചേച്ചി എനിക്ക് എപ്പോഴും ഗിഫ്റ്റ് ഒക്കെ അയച്ചു. ഇന്ദുലേഖ. പിന്നെ ഹലോ. പിന്നെ എന്റെ പാട്ട് കേട്ടിട്ട് കുറെ പേര് അയക്കാറുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളുണ്ട്, ഉണ്ണികൃഷ്ണൻ തിരുമേനി. തിരുമേനിക്ക് എന്റെ പാട്ട് ഏറ്റവും ഇഷ്ടമാണ്. അപ്പൊ ഇവിടെ വന്നിട്ടുണ്ടോ? ഇല്ല വന്നിട്ടില്ല. 80 വയസ്സായി. അപ്പൊ തിരുമേനി പറഞ്ഞു എനിക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് പ്രായത്തിന്റെ ബുദ്ധിമുട്ടായതുകൊണ്ട് വരാൻ പറ്റത്തില്ല. ഞാൻ അപ്പൊ തിരുമേനി പറഞ്ഞു എനിക്ക് അധികം ലീവൊന്നും കിട്ടില്ലല്ലോ. എന്റെ വീട്ടിൽ ഞാൻ ഇവിടുന്ന് ബ്രേക്കിന് വീട്ടിൽ പോവല്ലോ. അപ്പൊ ഓരോ ബ്രേക്കിനും ഓരോരോ പേരുത്ത് എന്റെ വീട്ടിൽ വരും. പിന്നെ എന്റെ കൊറേ ഗിഫ്റ്റ് കൊണ്ടുവരും, മുട്ടായി. പിന്നെ ആദ്യത്തെ വരത്തിൽ തന്നെ എന്റെ വീട്ടിൽ വന്നപ്പോ എനിക്ക് ഡ്രസ്സ് തന്നൊക്കെ. അപ്പൊ പിന്നെ അച്ഛന് ഒരു മുണ്ട് കൊടുത്ത്. ഇനി എന്തൊക്കെ കിട്ടാൻ കിടക്കുന്നു. കൊറേ സമ്മാനങ്ങൾ മാത്രം. ഫാൻസ് കൂടി വരാണ്. അതെ. അതെ. ഇന്ന് പാടുന്ന പാട്ടേതാ? ഋതുഭേദ കൽപ്പന. MD രാജേന്ദ്രൻ ചേട്ടൻ എഴുതിയല്ലേ? അതെ. ബ്യൂട്ടിഫുൾ സോങ്. യേശുദാസ് സാറ് കല്യാണി ചേച്ചി പാടിയത് അല്ലേ? വർഷം ഏതായിരുന്നു? 84. നിനക്ക് മംഗളം നേരുന്നു. മൂവിയുടെ നെയിം. അതെ. യെസ്. റെഡിയല്ലേ? താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. ഇനിയും കുറച്ച് ഫാൻസ് ഉണ്ടാവട്ടെ. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ. ഋതുഭേദ കൽപ്പന ചാരുത നൽകിയ പ്രിയ പാരിതോഷികം പോലെ ഒരു രോമഹർഷത്തിൻ ധന്യത പുൽകിയ പരിരംഭണ കുളിർ പോലെ പ്രഥമാനുരാഗത്തിൻ പൊന്മണിച്ചില്ലയിൽ കവിതേ പൂവായി നീ വിരിഞ്ഞു. ഋതുഭേദ കൽപ്പന ചാരുത നൽകിയ പ്രിയ പാരിതോഷികം പോലെ. മായി നിന്നെ തിരഞ്ഞു. സ്ഥലകാലമെല്ലാം
മമ പഗ ഗഗമ പനി 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 പമഗ സന്ദി തുടിച്ചു സഗമ ഗമ മധനി പനി സനി പമഗ സനിദ സുരലോക ഗംഗയിൽ നീന്തി തുടിച്ചു ഒരു രാജഹംസമായി മാറി ഗഗനപഥങ്ങളിൽ പാറി പറന്നു മുഴുതിങ്കൾ പക്ഷിയായി മാറി ഋതുഭേദ കൽപ്പന ചാരുത നൽകിയ പ്രിയ പാരിതോഷികം പോലെ പറയുന്നൊരനാളിൽ വിരഹത്തിൻ ചൂടേറ്റു വാടിക്കൊഴിഞ്ഞു നീ വിട പറയുന്നൊരനാളിൽ നിറയുന്ന കണ്ണുനീർ തുള്ളിയ സ്വപ്നങ്ങൾ ചിറകറ്റ വീഴുമനാളിൽ മൗനത്തിൽ മുങ്ങുമെൻ ഗഗതം മന്ത്രിക്കും മംഗളം നേരുന്നു തോഴി മംഗളം നേരുന്നു തോഴി ഋതുഭേദ കൽപ്പന ചാരുത നൽകിയ പ്രിയ പാരിതോഷികം പോലെ ഒരു രോമഹർഷത്തിൻ ധന്യത പുൽകിയ പരിരംഭണ കുളിർ പോലെ പ്രഥമാനുരാഗത്തിൻ പൊന്മണി ചില്ലൈ കവിതേ പൂവായി നീ വിരിഞ്ഞു കവിതേ പൂവായി നീ വിരിഞ്ഞു കവിതേ പൂവായി നീ വിരിഞ്ഞു. നൈസ് മനെ, നൈസ് നൈസ്, ഗുഡ് ഗുഡ് ഗുഡ്. പ്രിയകുട്ടി, വെരി നൈസ്. ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ. ഇവിടെ ഇരിക്കുന്ന നമ്മുടെ സുഷ് ഉണ്ടല്ലോ, ഒരു വലിയൊരു ആർട്ടിസ്റ്റാണ്. എന്താ സംശയം അല്ലേ? ഒരു സംശയം ഒരു സംശയമില്ല. അത് വീണ്ടും 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 പറയുമ്പോഴും ശരിക്കും അഭിമാനമാണ്. തീർച്ചയായിട്ടും. ദാറ്റ് ഇസ് വണ്ടർഫുൾ. ആ തേർഡ് ബീജത്തിലുള്ള പോട്ടമന്റെ ടോൺ ഇട്ട് വായിച്ചില്ലേ, അത് ഗംഭീര. ഒന്നുകൂടെ അതെ വായിച്ചേ. അതെ അതെ അതെ. ആഹാ. ആഹാ. വെരി നൈസ്, വെരി നൈസ്. നമ്മള് നമ്മുടെ തൊണ്ടയിൽ നിന്ന് പാടുന്നു എന്ന് പറയുന്നത്, ഇത് വിരലുകൾ പാടുന്നു. അതൊരു പ്രത്യേകതയാണ്, ഭയങ്കര പ്രത്യേകതയാണ്. ഇത് കേൾക്കുമ്പോ ഇപ്പൊ ശരിയാക്കി തരാമെന്ന് നമുക്ക് തോന്നും. അവിടെ പോയി ഇത് വായിച്ചു നോക്കുമ്പോഴേ ഗമകൊക്കെ ഇടണമെങ്കിൽ ഭയങ്കര പാടാണ്. പോലെ പൊള്ളും. അതെ അതെ അതെ. ആ സുഷ്, Yes. ശബാഷ്. പിന്നെ മക്കളെ, ഓ സാരംകൂടാ, എന്താ സാർ? എനിക്ക് ഇന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്നറിയാം, ആ നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഓക്കെ സാർ. ആ, ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം എന്നുള്ള രീതിയിലാണ് പാടാൻ വന്നത്. പിന്നെ നീ ഇപ്പൊ സംസാരിക്കുന്നതിനും കോൺഫിഡൻസ് ഉണ്ട്. ഓ അത് ഗംഭീരാണ്. അതാണ് ഞാൻ നമ്മളൊക്കെ ആഗ്രഹിച്ചത്. ആദ്യം വരുമ്പോഴത്തേക്കും സാരംകുട്ടന് ഒരു ചെറിയൊരു മടിയുണ്ടായിരുന്നു മടിയുണ്ട്. സംസാരിക്കാൻ. സംസാരിക്കാനും പറയാനും. പിന്നെ കുറെ പേരൊക്കെ എന്റെ എപ്പിസോഡ് കാണുമ്പോൾ പറയും കുറച്ചൊക്കെ ഒന്ന് സംസാരിക്കണം, പിന്നെ കുറച്ച് കോൺഫിഡൻസ് വേണമൊക്കെ ചില ആൾക്കാരെ കണ്ടിട്ട് അതൊക്കെ പറയാം. വന്നു തുടങ്ങി. നന്നായിട്ട് അതെ, സംസാരിച്ചു. ഇപ്പൊ ശരിയായി, എല്ലാം ശരിയായി വന്നു തുടങ്ങി. ആയി സാർ. നീ നന്നായിട്ട് സംസാരിച്ചോ? വേണമെങ്കിൽ തട്ടുത്തരം പറഞ്ഞോ, കുഴപ്പമില്ല. അത് വേണ്ട. അതൊക്കെ പറഞ്ഞു പഠിക്കാനുള്ള വേദി കൂടിയാണിത്. അത് വേണ്ട, അത് പറഞ്ഞോ, കുഴപ്പമില്ല. അതൊക്കെ രസകരങ്ങളായിട്ടുള്ള കുറുമ്പാണെങ്കിൽ ഒക്കെയാണ്. അതെ, അതൊക്കെ അക്സെപ്റ്റ് ചെയ്യും. ആ അതെ. പിന്നെ വേറൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മെലഡി നമ്മൾ കേൾക്കുമ്പോഴത്തേക്കും അതിന്റെ സങ്കീർണതകളല്ല, അത് പാടുന്നതിന്റെ സങ്കീർണതകളല്ല, അത് എത്രത്തോളം നമുക്ക് സ്ട്രെയിറ്റ് ടു ഹാർട്ട് ആണെന്നുള്ളതാണ് അതിന്റെ സംഭവം. അങ്ങനെ ഒരു സ്ട്രെയിറ്റ് ടു ഹാർട്ട് ഫീലിംഗ് അവനുണ്ട് കേട്ടോ, അവൻ പാടുമ്പോഴത്തേക്കും. Yes, തീർച്ചയായും. താങ്ക് യു. അതിൽ സത്യസന്ധമാണ്. ആ സത്യസന്ധതയാണ് എന്റെ മുഖമുദ്ര. പറഞ്ഞു സത്യസന്ധതയാണ് എന്റെ മുഖമുദ്ര. ആ, Yes, ശബാഷ്. good. അതാണ് ഇനി സാരംകൂട്ടന്റെ ടാഗ് ലൈൻ. പിന്നെ വേറൊരു കാര്യം, ഞാൻ പാട്ട് പഠിക്കല് മാത്രമല്ല, പാട്ട് നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. അത് താങ്ക് യു. സത്യസന്ധതയാണ് എന്റെ മുഖമുദ്ര. ഓ ശരി. അതും അങ്ങനെ തന്നെ. പിന്നെ ലാസ്റ്റ് കൊണ്ട് നിർത്തൂലേ, ആ അവിടെ കുറച്ചുകൂടെ സിഗ്നേച്ചർ വേണം. നമ്മൾ ലാസ്റ്റ് ലൈൻ
എങ്ങനെ നിർത്തുന്നു എന്നുള്ളതിൽ സാരംകുട്ടന്റെ ഒരു സിഗ്നേച്ചർ വേണം. അപ്പൊ അതിന് അനുസരിച്ചുള്ള ഒരു സസ്റ്റെയിൻ കിട്ടിയാൽ നല്ലതാണ്. ഓക്കെ. ഓക്കെ സാർ. പിന്നെ ബിഗിനിങ്ങില്ലേ ആ ബേസ് നോട്ട് വരുമ്പോഴത്തേക്കും കുറച്ച് മോനത് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ്. പക്ഷെ അത് കുറച്ചും കൂടെ മൈക്ക് അടുപ്പിച്ചാൽ കിട്ടുമായിരുന്നു അല്ലേ? അപ്പൊ ഹമ്മിങ് ആണോ സാർ? ഋതുഭേദ കൽപ്പന ഋനെ ഒരുപാട് അങ്ങ് ഇംപ്രസ് ചെയ്യാതെ ഋതുഭേദ കൽപ്പന ചാരുത നൽകിയ പ്രിയ പാരിതോഷികം പോലെ. പിന്നെ സ്ഥലകാലമെല്ലാം അവിടെയാണ് ആദ്യമായിട്ട് പാട്ടി വരണേ അല്ലെ? അതുവരെ ആ നോട്ടിലില്ലല്ലോ പാട്ട്. അപ്പൊ അത് കറക്റ്റ് ശ്രുതിക്ക് ചേരണ്ടേ? മാത്രമല്ല സ്ഥലകാല പ്രൊനൗൺസ് ചെയ്തത്. സ്ഥലകാലമെല്ലാം മറന്നു പോയൊരു ശലഭമായി നിന്നെ തിരഞ്ഞു നിന്നെ തീരഞ്ഞു അത് ഒരു എക്സ്പ്രഷൻ കൊടുക്കാം. തീരഞ്ഞു അതാണ് അവിടെ റഷ്യണ്ട. അതുപോലെ തന്നെ അടുത്ത രാജഹംസമായി ഒരു രാജഹംസമായി മാറി. ഈ മാറിയാണ് വേണ്ടത്. പാടിയത്. അപ്പൊ പാട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് മാറും കേട്ടോ. നീ എന്തിനാ അങ്ങോട്ടും അങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കുന്നത്? അച്ഛൻ്റെ അടുത്താണോ? അച്ഛനല്ല, അമ്മ. അമ്മേനെയാണോ നോക്കുന്നത്? അതിന്റെ കാരണം ഞാൻ പറയട്ടെ. പറഞ്ഞു. സാറ് പറഞ്ഞ അതേ സെയിം സ്ഥലമില്ലേ, അത് അമ്മ പറഞ്ഞായിരുന്നു. കുറച്ചും കൂടി സോഫ്റ്റ് ആക്കണം അമ്മ പറഞ്ഞായിരുന്നു. അങ്ങനത്തെ കുറെ ഭാഗങ്ങൾ മാറി. പിന്നെ അങ്ങനത്തെ സ്ഥലങ്ങളില്ലേ അതിലൊക്കെ മാറ്റത്തെന്ത് അല്ല ഞാൻ അതുകൊണ്ടാ നോക്കി ഒരു കള്ളത്തരം അത് മാറ്റാത്ത അമ്മ പറഞ്ഞതല്ലേ അല്ലേ? അതുപോലെ ചിറകേറി അവിടെ ഒരു രീ ഉണ്ടല്ലോ മേളില്, നിറയുന്ന കണ്ണുനീർ തുള്ളിയിൽ ചിറകറ്റ് വീഴുമാന്നുള്ളത് സ്ട്രെയിൻ ആയി ഹൈ പിച്ച് ചിറകറ്റു നോട്ട് കുറച്ചും കൂടി എത്താനുണ്ട്. ഏകദേശം. അപ്പൊ എത്ര പുഷ് ചെയ്യണമെന്ന് അറിയണം, എത്ര പുള്ളിയണമെന്ന് അറിയണം, എവിടെയാണ് ഇത് രണ്ടും ചെയ്യാതിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. എന്തൊക്കെ പരിപാടിയാ ഒരു പാട്ട് പാടാനായിട്ട്. ഇത്രയധികം കഷ്ടമാക്കേണ്ട ആവശ്യമുണ്ടോ? എന്തിനാ ഇത്രയും കടുപ്പത്തിലൊക്കെ കമ്പോസ് ചെയ്യുന്നത് അല്ലേ? നമുക്ക് ശരിയാക്കി എത്ര പ്രശ്നമുള്ള ചോദ്യമാണെങ്കിലും നമ്മൾ ഉത്തരം കണ്ടെത്തേ. ഓക്കെ സാരംകുട്ടന് അത് പറ്റുകേടാ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു പാടിയത്. അതുപോലെ തന്നെ ബ്യൂട്ടിഫുൾ സെലക്ഷൻ. ഇവിടെ രാജാ സാറിന്റെ ഒരു പ്രോഗ്രാം വരാൻ പോയി, അതിൽ ആ ലിസ്റ്റിൽ ഫസ്റ്റ് കിടക്കുന്ന പാട്ട് ഇതാ, ഋതുഭേദ കൽപ്പന. ഇത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്. കുറെ നല്ല 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 ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഭാഗങ്ങൾ ഉണ്ടായിരുന്നു മോൻ പാടിയതിൽ നിന്ന്. നല്ല രസമായിട്ട് പാടി. എനിക്ക് ഋതുഭേദ കൽപ്പന തുടങ്ങിയില്ലേ, അത് കുറച്ചൊന്ന് ശ്രുതിയിലാവണം എന്ന് എനിക്ക്, കുറച്ച് സ്റ്റഡി ആവണം എന്ന് എനിക്ക് തോന്നിയത്. ബിഗിനിങ്, വെരി ബിഗിനിങ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് അറിയാതെ നിന്നിൽ പകർന്നു, അത് കുറച്ച് ശ്രുതിയിൽ. അതെങ്ങനെയായിരുന്നു അത്? അതിന്റെ ശ്രുതി ചേർന്നില്ല കേട്ടോ. അപ്പൊ ടേക്കില് ഇപ്പൊ ചേർന്നു. അനുപല്ലവി കഴിഞ്ഞിട്ട് വന്ന പ്രിയ പാരിതോഷികല്ലേ, അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കൽപ്പന ചാരുത നൽകിയ പ്രിയ പാരിതോഷികം പോലെ. പ്രിയ പാരി അതിനൊരു ഫീൽ കൊടുത്ത് പാടി, നല്ല രസം ഉണ്ടായിരുന്നു അത്. പിന്നെ ആ തോഴി എന്ന് പാടിയതിന്റെ സംഗതി അതെങ്ങനെ? അത് പെർഫെക്റ്റ് ആയിരുന്നില്ല നേരത്തെ ടേക്കില്. അപ്പൊ ഇതൊക്കെയാണ് ഇന്ന് സംഭവിച്ച ചെറിയ ചെറിയ കാര്യങ്ങൾ. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ വളരെ നന്നായിരുന്നു, വളരെ മനോഹരമായിട്ട് പാടി. ഓക്കെ, വെരി ഗുഡ്, സൂപ്പർ. ഇനിയും ഇഷ്ടംപോലെ ഫാൻസ് ഉണ്ടാവട്ടെ. മൈന്യൂട്ട് ആയിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ഒഴിച്ചാൽ ഭൂരിഭാഗം പാട്ടും മിടുക്കനായിട്ട് നീ പാടി. താങ്ക് യു. ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താന്ന് പറഞ്ഞാൽ സാരംഗുകുട്ടന്റെ കൺട്രോളിലായിരുന്നു പാട്ട്. അതായത് റേഞ്ച് കറക്റ്റ് ആയിട്ട് സെലക്ട് ചെയ്തു. താഴത്തെ ഭാഗം കിട്ടുന്നുണ്ട്, മേളത്തെ ഭാഗം കിട്ടുന്നുണ്ട് എന്നുള്ള രീതിയിൽ കറക്റ്റാണ് ആ ശ്രുതി സെലക്ട് ചെയ്തത്. ഭയങ്കര കറക്റ്റായിട്ടാണ് വന്നത്. അതുകൊണ്ട് തന്നെ പാട്ട്, അതായത് ആ വോക്കലിന് ഭയങ്കര കൺട്രോൾ ഉണ്ടായിരുന്നു ഇന്ന് പാടിയത്. അത് അടിപൊളിയാണ് കേട്ടോ. മിടുക്കനായിട്ടാണ് ചെയ്തത്. വേറെന്ന് തോന്നിയത് സാരംകുട്ടൻ്റെതായിട്ടുള്ള ഒരു ഐഡന്റിറ്റി വരുന്നുണ്ട്, ഇങ്ങനെ ആയി വരിക. അത് ഓരോ പാട്ട് പാടുമ്പോഴും സാരംകുട്ടനാണ് അത് പാടുന്നത് എന്ന് ശരിക്ക് മനസ്സിലാവുന്ന രീതിയിലോട്ടേക്ക് അത് വരുന്നുണ്ട്. അതും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. സ്വരം പാടിയത് ഭയങ്കര രസമായിരുന്നു കേൾക്കാൻ, അതും എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് സ്വരങ്ങൾ കേൾക്കാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ മിടുക്കനായിട്ട് അതും പാടി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
ചേച്ചി പിന്നെ ഇന്ന് എൻ്റെ പാട്ട് കാണാൻ വേണ്ടിയിട്ട് എൻ്റെ കുറച്ച് കസിൻസ് വന്നിട്ടുണ്ട്. സ്പെഷ്യൽ ആൾക്കാർ വന്നിട്ടുണ്ട്. എൻ്റെ പേര് ശരൺജിത്ത്, കസിന്റെ ഹസ്ബൻഡാണ്. ഓ ശരി, ചേച്ചിയാണ് കസിൻ. സാരംഗിന്റെ കസിൻ. എന്റെ പേര് ദർശന. ദർശന. എൻ്റെ പേര് മിലൻ കാർത്തി. മിലൻ കാർത്തിയോ? കൊള്ളാം, നല്ല പേരാണ്. വെറൈറ്റി നെയിം. കാർത്തിക് ഇല്ല, കാർത്തി. കാർത്തിക്, മിലൻ കാർത്തി. അച്ഛന്റെ പേര് കാർത്തിക് എന്നാ. അച്ഛൻ്റെ പേര് മുരളി. അമ്മയുടെ പേരെന്താ? വിജില. എല്ലാം ഒരാൾ തന്നെ പറഞ്ഞു. പിന്നെ മുന്നേ ഒരാളുണ്ടല്ലോ. താഴെ അതെ. എന്റെ പേര് ഷർമിജ, സാരംഗിന്റെ അച്ഛന്റെ ചേട്ടന്റെ ഭാര്യ. ഷർമിജ. എല്ലാം വെറൈറ്റി പേരുകളല്ലേ? ഞാനെന്നാ വിളിക്കാന്നറിയോ? ശരിക്കും മൂത്തമ്മേന്നാ വിളിക്കണ്ടേ. ഞാൻ നല്ലമ്മ വിളിക്കും. നല്ലമ്മ. എന്താ അങ്ങനെ വിളിക്കാൻ കാരണം? അറിഞ്ഞൂടാ, ഞാനല്ല തുടങ്ങിയത്. എന്റെ മുതിർന്ന ചേച്ചിമാരൊക്കെ അങ്ങനെ വിളിച്ചിരുന്നേ? അങ്ങനെ കേട്ട് കേട്ട്. അതായത് ഈ ചേച്ചിയുടെ അമ്മയാണ്. ഓക്കെ, നല്ലമ്മ, നല്ല പേര്. അതെ, നല്ലെണ്ണ എന്നൊക്കെ പറഞ്ഞ പോലെ. സരകൂടാ, എത്ര മാർക്ക് കിട്ടോ? ഒരു 98. വേണമെങ്കിൽ ഇത്തിരി കൂടി കൂട്ടാം. 98.5. അതിന്റെ ഇടയിൽ പിടിച്ചോ. 98.25. അനൗൺസ് ചെയ്തോ. ഇന്നത്തെ എന്റെ മാർക്ക്. ഇന്നത്തെ എന്റെ മാർക്കല്ല, ഇന്നത്തെ സാരംഗിന്റെ മാർക്ക്. ഇന്നത്തെ സാരംഗിന്റെ മാർക്ക് 98.25. അല്ല, 98.5 തന്നെയാണ്. യെസ്, കറക്റ്റ് പറഞ്ഞു. അത് അതെ, കറക്റ്റ് ആണ് കേട്ടോ. നമ്മുടെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഡേ സാരംകുട്ടനാണ്. ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ആര്യ ചേച്ചി, വെൽക്കം. ടോപ്പ് സിംഗറിന്റെ ലിറ്റിൽ സൂപ്പർ സ്റ്റാറിന് കിൻഡർ മോക്സിന്റെ ഒരു സ്റ്റൈലിഷ് ഗിഫ്റ്റ്. നമ്മുടെ ഏറ്റവും സ്റ്റൈലിഷ് ആയ നമ്മുടെ ജെന്റിൽമെൻ സാരംകുട്ടന് കൺഗ്രാറ്റുലേഷൻസ്. ബൈ ബൈ. യെസ്, താങ്ക് യു ആര്യ ചേച്ചി. ബൈ.